ഹായ് എസ്.എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കൂടുതൽ അട്രാക്റ്റീവ് ആവാൻ ആഗ്രഹിക്കുന്ന ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മോർ അട്രാക്റ്റീവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സ്വഭാവ രീതികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 5 സ്വഭാവ രീതികൾ എന്നുള്ളത്. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെയധികം ആക്റ്റീവായി ഇരിക്കുക എന്നുള്ളതാണ്. അതായത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുക, ഒന്നിലും ഒഴിഞ്ഞു മാറാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ചില ആളുകളുണ്ട് എന്തെങ്കിലും കാര്യം പറയുമ്പോഴത്തേക്കും ആകെപ്പാട് മടി പിടിച്ച് അയ്യോ എനിക്ക് വയ്യാട്ടോ, എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാറുണ്ട്. പക്ഷെ അങ്ങനെയല്ലാതെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് എന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ്. കുറച്ചൊക്കെ ഒരു അഡ്വഞ്ചർ ലൈഫൊക്കെ ഇഷ്ടപ്പെടുന്നതായിരിക്കും കുറച്ചുകൂടി നന്നായിരിക്കാം. കൂടുതൽ പുരുഷന്മാർക്ക് ഇഷ്ടമുള്ളതും ഈ ഒരു അഡ്വഞ്ചർ ലൈഫ് തന്നെയാണ്. സോ അങ്ങനെ ആവണമെന്ന് പറയുന്നില്ല, എങ്കിലും ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ, ഇങ്ങനെ ചെയ്യുന്ന ലേഡീസിനെ മറ്റുള്ളവർക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും, അവർ മോർ അട്രാക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. സോ എപ്പോഴും കുറച്ച് ആക്റ്റീവായി ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമുക്ക് ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ആ ദേഷ്യം പ്രകടിപ്പിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കുക, കുറച്ചൊക്കെ ക്ഷമയോടെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ദേഷ്യം വരുമ്പോൾ അത് പ്രകടമാക്കുന്നത് വളരെ മോശമാണെന്ന് പറയുന്നില്ല. ചിലർ അങ്ങനെയുണ്ട്, ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു കാണിക്കുന്ന ആളുകളുണ്ട്, അത് കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ മറ്റു പല സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ദേഷ്യം പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്കോ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾക്കോ അത് ഒരു വെറുപ്പായി മാറാനോ, അതായത് ഒരു അരോചകമായിട്ട് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കുറച്ച് കൺട്രോൾ ചെയ്ത് നിർത്തുക. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, നമുക്ക് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ അത് ഓവറായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഓവറായിട്ട് ആ പേഴ്സണ് നമ്മൾ സ്നേഹം കൊടുക്കും, അത് പല രീതിയിലും അറിയിക്കാനായിട്ട് ശ്രമിക്കുന്നുള്ളതാണ്. അങ്ങനെയും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ലിമിറ്റ് ചെയ്തിട്ട് എല്ലാം ചെയ്യുക, അതായത് കുറച്ചൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസിനെ കുറച്ചെങ്കിലും നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരോട് കുറച്ച് വിനയത്തോടെയും പക്വതയോടെയും സംസാരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചില ആളുകൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് സിറ്റുവേഷൻ മനസ്സിലാക്കാതെ പെരുമാറുക എന്നുള്ളത് പറയും. അതായത് ഒരു ചൈൽഡിഷ് ക്യാരക്ടർ കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷേ ചില സിറ്റുവേഷനിൽ നമ്മൾ പക്വതയോടെ കുറച്ച് മെച്യൂരിറ്റിയിൽ പെരുമാറേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സോ അങ്ങനെ പെരുമാറാതിരിക്കുന്ന സമയത്തും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചുറ്റും കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇവൾക്ക് എന്താണ്, അല്ലെങ്കിൽ ഇവളെന്താ ഇങ്ങനെ പെരുമാറുന്നത്, ഇങ്ങനെ പല തോന്നലുകളും വരാം. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ അട്രാക്റ്റീവ് ആക്കല്ല ചെയ്യുക, പകരം നമ്മളിൽ ഓൾറെഡി ഉള്ള അട്രാക്ഷൻ പോലും പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് കുറച്ചെങ്കിലും വിനയം നിങ്ങളിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ കുറച്ച് മെച്ചൂർഡാണ് എന്നൊരു തോന്നൽ കൂടി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വൃത്തിയോടെയും ചിട്ടയോടെയും ജീവിക്കുക എന്നുള്ളതാണ്. ഇത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്ന കാര്യമാണ്. വൃത്തിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഡ്രസ്സിങ് ആയാലും അതല്ല ഇപ്പൊ നമ്മുടെ വീടാണെന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ നീറ്റായി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മളെ കാണുന്ന മീറ്റ് ചെയ്യുന്ന സംസാരിക്കുന്ന ആളുകൾക്കൊക്കെ കുറച്ചുകൂടി ഇഷ്ടം കൂടാനുള്ള ഒരു സാധ്യതയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് നമ്മുടെ വീട് ആകെപ്പാട് അങ്ങോട്ട് മോശമായി അലങ്കോലമായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കയറി വരുന്ന ആൾ വിചാരിക്കുന്നുണ്ടാവുക അയ്യോ ഈ വീടെന്ത് ഇങ്ങനെ കിടക്കുന്നത്, ഇവിടെ ആൾ താമസമൊന്നും ഇല്ലേ, ഇങ്ങനെയൊക്കെ വിചാരിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ പറയാറുണ്ട് ഒരു വീടിന്റെ ഭംഗി മീൻസ് വീടിന്റെ വൃത്തി കാണുമ്പോഴാണ് അതിലുള്ള സ്ത്രീകൾ എത്രത്തോളം വൃത്തി ഉണ്ടെന്നുള്ളത് മനസ്സിലാകുക എന്നുള്ളതൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ പരിചയപ്പെടുന്ന ആളുകൾക്കോ നിങ്ങളെ അറിയുന്ന ആളുകൾക്കൊക്കെ നിങ്ങളോടുള്ള അട്രാക്ഷൻ കൂടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ അഞ്ചാമത്തെ സ്വഭാവ രീതി എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസവും കാഴ്ചപ്പാടൊക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ പറയാറുണ്ട് എല്ലാ കാര്യങ്ങളും ക്ഷമിച്ചും സഹിച്ചും ഇരിക്കണം, അതല്ലെങ്കിൽ മറ്റു ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അത് കുറച്ചൊക്കെ പഴയ ആളുകൾ പറയുന്നതാണ്. ഇപ്പോൾ അങ്ങനെയല്ല പറയുന്നത് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ തലമുറയിൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് നമ്മളുടേതായിട്ടുള്ള തീരുമാനങ്ങളും ഇഷ്ടങ്ങളും വേണമെന്ന് പറയുന്ന ആളുകളുണ്ട്. അതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത്. അതായത് നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങളും വിശ്വാസങ്ങളും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. എപ്പോഴും ഉറച്ച തീരുമാനങ്ങൾ ഉള്ളവരെയാണ് മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ചില ആളുകൾക്ക് ഇങ്ങനെ ഒരു രീതിയുണ്ട്. അതായത് ഇപ്പൊ അവർക്ക് എന്താണ് തീരുമാനം എടുക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ആളുകളുണ്ട്. അത് അവരുടെ കുറവ് എന്ന് പറയുകയാണെങ്കിൽ കുറവ് തന്നെയാണ് എന്ന് കരുതി അത് മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അതായത് നമുക്ക് അങ്ങനെ ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മളിപ്പോഴും മറ്റുള്ളവരുടെ കീഴിൽ ജീവിക്കേണ്ടി വരുന്നുള്ളതാണ്. അതായത് അവർ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് അതിനെ മാത്രം ആശ്രയിച്ച് നമ്മൾ ജീവിക്കേണ്ടി വരും. സോ അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ ഇടവരുത്തരുത്.
പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വിശ്വാസങ്ങളും ഉണ്ടായിരിക്കണം, തീരുമാനങ്ങളും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ സ്വന്തമായിട്ട് തീരുമാനങ്ങളുള്ള സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ള ആളുകൾക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂടുതലാവാൻ അത് സഹായിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഇങ്ങനെയുള്ള സ്ത്രീകളെയാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായ വിശ്വാസവും തീരുമാനവും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ പറഞ്ഞ 5 സ്വഭാവ രീതികൾ നിങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചിലരുണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഒന്നും ആയിരിക്കില്ല ഉണ്ടാവുക, വളരെ പഞ്ചഭാവമായിട്ട് ഇരിക്കുന്ന, അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെ ഉള്ളിൽ തന്നെ ഒതുക്കി വെക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്യണം എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഇമോഷൻസ്, അതായത് ചില ഇമോഷൻസിനെ മാത്രം നമ്മൾ ഉള്ളിൽ ഒതുക്കി വെക്കുക. അത് ആവശ്യമുള്ള സിറ്റുവേഷനിൽ മാത്രം പുറത്തെടുത്താൽ മതി. അതല്ലാതെ വെറുതെ ഇപ്പം ചില ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ദേഷ്യം വരുന്ന ആളുകളുണ്ടെങ്കിൽ എപ്പോഴും ആ ദേഷ്യം പുറത്ത് കാണിക്കരുത്. അത് സിറ്റുവേഷൻ അനുസരിച്ച് മാത്രം ചെയ്യുക. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടതും അതേപോലെ തീരുമാനങ്ങൾ എടുക്കേണ്ടതും എല്ലാം തന്നെ. സോ ഈ പറഞ്ഞ രീതിയിലൊക്കെ ആണോ നിങ്ങൾ എന്നുള്ളത് നോക്കുക. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിലേക്ക് ഒന്ന് മാറാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നോക്കുക മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള അപ്രോച്ച് എങ്ങനെയാണെന്നുള്ളത്, മാറ്റമുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴും പഴയതുപോലെ തന്നെ പ്രത്യേകിച്ച് വിലയൊന്നും തരുന്നില്ലേ, ഇങ്ങനെയുള്ള രീതികൾ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഉറപ്പായിട്ടും അതിലൊരു മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്